ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ശാന്തവും സുരക്ഷിതവുമായ രാജ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു എന്ന ആ വിശ്വാസത്തിലാണ് 22 വയസ്സുള്ള ലിൻസെ ആൻ ഹാൻവാക്കർ എന്ന ബ്രിട്ടീഷ് പെൺകുട്ടി തൻ്റെ വലിയ സ്വപ്നങ്ങളുമായി 2006-ൽ ഇംഗ്ലണ്ടിൽ നിന്നും വിമാനം കയറി ജപ്പാനിലേക്ക് എത്തിയത്. ബയോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഓണേഡ് ബിരുദവും കരാട്ടെ പോലുള്ള മാർഷൽ ആർട്സിൽ വൈദഗ്ധ്യവും നേടിയിരുന്ന അവൾ ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി കണ്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിരുന്നുവെങ്കിലും അവൾ തൻ്റെ മാതാപിതാക്കളെയും കാമുകനെയും എന്നും വിളിക്കുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും സമയം കിട്ടുമ്പോഴെല്ലാം മിനിറ്റിന് ജപ്പാനിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് നൽകിയിരുന്നു. എന്നാൽ ടോക്കിയോയിലെ തിരക്കുകൾക്കിടയിൽ തൻ്റെ വിധി മാറ്റിയെഴുതാൻ പോകുന്ന ക്രൂരനായ ഒരു മനുഷ്യനെ അവൾ കണ്ടുമുട്ടുമെന്ന് ആരും ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ പുറമേ ശാന്തനും കലാതൽപരനും സംസ്കാരമുള്ളവനുമായി തോന്നിപ്പിക്കുന്നവനായിരുന്നുവെങ്കിലും അവൻ ആ യുവതിയുടെ നിഷ്കളങ്കതയെ മുതലെടുത്ത് അവളെ ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. അവൻ്റെ പേര് താഷിയ ഇച്ചിഹാഷി എന്നായിരുന്നു. കൊലപാതകത്തിനു ശേഷം പോലീസിൻ്റെ കൈകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അവൻ പിന്നീട് പോലീസിന് പിടിനൽകാതെ പലതരത്തിൽ വേഷം മാറി നടന്നു. ജാപ്പനീസ് പോലീസ് അവനെ പിടികൂടാനായി ഊർജിത ശ്രമങ്ങൾ നടത്തി. എങ്കിലും അവർക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാകാൻ ഒരു ടീം ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥ സംഘത്തിനു പോലും ജപ്പാനിലേക്ക് വരേണ്ടി വന്നു. അവനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് പോലീസ് 10 ലക്ഷം യെൻ ഇനാം പ്രഖ്യാപിച്ചു. എന്നാൽ താഷിയ ഇച്ചിഹാഷി പോലീസിന് പിടി നൽകാതെ അവൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാതിരിക്കാൻ സ്വയം കീഴ്ചുണ്ട് മുറിച്ചു കളഞ്ഞും കവിളിലെ മറക് അറുത്തു കളഞ്ഞും ഒടുവിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തിൻ്റെ ഘടന പോലും മുഴുവനായി മാറ്റിക്കളഞ്ഞു. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ഒടുവിൽ അവൻ പിടിക്കപ്പെട്ടു. നമ്മളിന്ന് ഈ ടെലിഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നത് വെറുമൊരു ക്രൈം ത്രില്ലറല്ല. പോലീസിനെ വെട്ടിച്ച് സ്വന്തം മുഖം സ്വയം വികൃതമാക്കി പ്ലാസ്റ്റിക് സർജറിയിലൂടെ രൂപം മാറി നടന്ന ഒരു കൊലയാളിയുടെ കഥയാണിത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്ന് വെച്ചാൽ താൻ നടത്തിയ കൊലപാതകത്തെക്കുറിച്ചും ഒളിച്ചോട്ടത്തെക്കുറിച്ചും ജയിലിൽ കിടന്ന് അവൻ അണ്ടിൽ ഐ വാസ് അറസ്റ്റഡ് എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം ജപ്പാനിലെ ബെസ്റ്റ് സെല്ലറായി മാറുന്നു. അങ്ങനെ ആ പുസ്തകം വിറ്റുകിട്ടുന്ന പണത്തിലൂടെ ജയിലിനുള്ളിൽ കിടന്ന് അവൻ കോടീശ്വരനായി മാറുന്നു. ഒരു കൊലപാതകത്തിലൂടെ ജപ്പാന്റെയും ബ്രിട്ടന്റെയും ഉറക്കം കെടുത്തിയ താഷിയ ഇച്ചിഹാഷി ആരായിരുന്നുവെന്നും ലിൻഡ ആൻ ഹാവാക്കർ എന്ന ബ്രിട്ടീഷ് യുവതിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും നമുക്കിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ ജപ്പാനിൽ അന്ന് നടന്ന ആ സംഭവ കഥയിലേക്ക് പോകാം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1984 ഡിസംബർ 30 ഇംഗ്ലണ്ടിലെ കവൻട്രിയിൽ ബിൽ ഹോക്കറുടെയും ജൂലിയ ഹോക്കറുടെയും 3 മക്കളിൽ രണ്ടാമത്തവളായിട്ടായിരുന്നു ലിൻസെ ആൻ ഹാവാക്കർ ജനിച്ചത്. പഠനത്തിൽ മിടുക്കിയായിരുന്ന ലിൻസെ കിങ് ഹെൻറി 8 സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് ലീഡ്സ് സർവകലാശാലയിൽ നിന്ന് 2006-ൽ ബയോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഓണേഡ് ബിരുദം നേടി. പഠനത്തോടൊപ്പം ഫിറ്റ്നസും ലിൻസ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒപ്പം ആയോധന കലയിലും പരിശീലനം നേടിയിരുന്നു. ബിരുദത്തിന് ശേഷം ബയോളജിയിൽ തന്നെ ബിരുദാനന്തര ബിരുദം, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ അതിനു മുമ്പ് ജീവിതത്തിൽ പുതിയതും വ്യത്യസ്തവുമായ എന്തെങ്കിലും അനുഭവിക്കാൻ അവൾ ആഗ്രഹിച്ചു. ജപ്പാൻ എപ്പോഴും അവളെ ആകർഷിച്ചിരുന്നു. അവിടുത്തെ സൗന്ദര്യവും സംസ്കാരവും സമാധാനവും അവളെ അങ്ങോട്ട് മാടി വിളിച്ചു. അങ്ങനെ അവൾ ജപ്പാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ജപ്പാനിൽ കുറച്ചു കാലം നിൽക്കാനായിരുന്നു അവളുടെ പ്ലാൻ. അതിനായി അവൾ അവിടെ ഒരു ജോലി സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. പല ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം ജപ്പാനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇംഗ്ലീഷ് സ്കൂളായ നോവയിൽ അവൾക്ക് ഇംഗ്ലീഷ് ടീച്ചിങ് അധ്യാപികയായി ജോലി ലഭിച്ചു. കുറച്ചു കാലത്തേക്ക് ജപ്പാനിലേക്ക് മാറി താമസിക്കാൻ പോകുന്നതിൽ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. കാരണം ജപ്പാൻ വളരെ സുരക്ഷിത രാജ്യമാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. നോവ സ്കൂളിൻ്റെ ടോക്കിയോയിലെ കോയിവ എന്ന ബ്രാഞ്ചിലായിരുന്നു ലിൻസെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. അങ്ങനെ 2006 ഒക്ടോബറിൽ അവൾ ജപ്പാനിലെ തലസ്ഥാന നഗരമായ ടോക്കിയോയിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു വാടക വീട്ടിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ളതും കാനഡയിൽ നിന്നുള്ളതുമായ മറ്റ് 2 വിദേശ വനിതാ അധ്യാപകർക്കൊപ്പമാണ് അവൾ താമസിച്ചിരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും ഇത്രയധികം അകലെയാണെങ്കിലും ഇമെയിൽ, സ്കൈപ്പ്, ഫോൺ കോളുകൾ എന്നിവ വഴി മാതാപിതാക്കളുമായും കാമുകനുമായും നിത്യേന ബന്ധപ്പെട്ടിരുന്നു.
ആ വർഷം ഡിസംബർ 30-ന് അവളുടെ ജന്മദിനത്തിൽ അവളെ കാണാനായി മാതാപിതാക്കൾ ജപ്പാനിലേക്കെത്തി. മകൾ ജാപ്പനീസ് ഭാഷ കുറച്ചൊക്കെ സംസാരിക്കാൻ പഠിച്ചതും നാട്ടുകാരുമായി നല്ല സൗഹൃദത്തിലായതും കണ്ട് അവർക്ക് സന്തോഷമായി. ലിൻസെ അവിടെ സുഖമായി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വേനൽക്കാലത്ത് കാമുകനും അവളെ കാണാൻ വരാനിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ വളരെ ആവേശത്തിലായിരുന്നു. ജപ്പാനിലെ ജീവിതശൈലിയൊക്കെ അവൾ ആസ്വദിച്ചു തുടങ്ങി. എല്ലാം വളരെ നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 2007 മാർച്ച് 19-ന് ഒരു ദുസ്വപ്നത്തിൽ പോലും കരുതാത്ത ഒന്ന് സംഭവിച്ചു. അന്ന് ജോലി കഴിഞ്ഞ് ലിൻസെ ട്രെയിനിൽ മടങ്ങുമ്പോൾ 28-കാരനായ താഷിയ ഇച്ചിഹാഷി എന്ന ജാപ്പനീസ് യുവാവ് അവളുടെ അടുത്തെത്തി, "നിങ്ങളാണോ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ?" എന്ന് അവൻ ചോദിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ അവളുടെ വിദ്യാർത്ഥി ആയിരുന്നില്ല. ആളു മാറിയതാണെന്ന് അവൾ അവനോട് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ താഷിയ ഇച്ചിഹാഷി താൻ അവളുടെ വിദ്യാർത്ഥിയാണെന്ന് അവൻ വാദിച്ചുകൊണ്ടേയിരുന്നു. ട്രെയിനിൽ നിന്നിറങ്ങി സൈക്കിളിൽ അവൾ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ആ യുവാവ് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവളെ പിന്തുടർന്ന് അവളുടെ ഫ്ലാറ്റിന് മുന്നിൽ വരെ എത്തി. വളരെ തന്ത്രശാലിയായിരുന്ന അവൻ മധുരവാക്കുകൾ പറഞ്ഞ് അവളെ അവൻ്റെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. സംസാരത്തിനിടയിൽ ലിൻസെ ബയോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഓണേഡ് ബിരുദം നേടിയ ആളാണെന്ന് മനസ്സിലാക്കിയ താഷിയ ഇച്ചിഹാഷി ലിൻസയുമായി അടുപ്പം സ്ഥാപിക്കുവാൻ അവൻ ബയോളജിയെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് പിന്തുടർന്ന് ക്ഷമ ചോദിക്കുകയും തൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമാണെന്നും തനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ട്യൂഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ലിൻസെ ആദ്യം അത് നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ താഷിയ ഇച്ചിഹാഷി ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയും ആഴ്ചയിൽ 2-3 മണിക്കൂർ പഠിപ്പിക്കുന്നതിന് മണിക്കൂറിന് $32 നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിക്കുവാൻ നല്ലതുപോലെ ആഗ്രഹിക്കുന്നവനാണെന്ന് വിചാരിച്ച് അവൾ സമ്മതിച്ചു. എന്നാൽ ക്ലാസുകൾ വീട്ടിൽ വച്ചല്ല, നഗരത്തിലെ ഏതെങ്കിലും കഫേയിൽ വച്ചായിരിക്കുമെന്ന് അവൾ നിബന്ധന വച്ചു. ഇച്ചിഹാഷി അത് സമ്മതിച്ചു. ആ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് ഇച്ചിഹാഷി അടുത്ത അടവെടുക്കുകയാണ്. തനിക്ക് ദാഹിക്കുന്നുവെന്നും കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ എന്നും ചോദിക്കുന്നു. ദയ ഉള്ളവൾ ആയിരുന്നതിനാലും തൻ്റെ ഫ്ലാറ്റിൽ 2 കൂട്ടുകാരികൾ ഉള്ളതിനാലും ഭയമില്ലാതെ അവൾ അവനെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. അവൾ വെള്ളമെടുക്കാൻ പോയ തക്കം നോക്കി അവൻ ഒരു പേപ്പറിൽ അവളുടെ ചിത്രം വരയ്ക്കുകയും അതിൽ തൻ്റെ പേരും നമ്പറും ഇമെയിലും എഴുതി ഒപ്പിടുകയും ചെയ്ത് അവിടെ വച്ചു. ഇത് പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കാൻ നടക്കുന്ന ചില പയ്യന്മാരുടെ നിലവാരം കുറഞ്ഞ ചീപ്പ് ഷോയായി അവൾക്ക് തോന്നിയെങ്കിലും അവൾ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. 5 ദിവസങ്ങൾക്ക് ശേഷം കഫയിൽ കാണാമെന്ന് പറഞ്ഞ് അവൻ മടങ്ങി. ഈ താഷിയ ഇച്ചിഹാഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാനിലെ ചിബ സ്വദേശിയായിരുന്നു അവൻ. അവൻ്റെ അമ്മ ഡെന്റിസ്റ്റും അച്ഛൻ ഡോക്ടറുമായിരുന്നു. 2005-ൽ ചിബ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോർട്ടിക്കൾച്ചറിൽ ബിരുദം നേടിയ അവൻ മാതാപിതാക്കൾ നൽകുന്ന പണം കൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് മാറി ചിബയിലെ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. തുടർ പഠനത്തിനോ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോ അവൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതിരുന്ന അവന് ലിൻസയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നതെന്ന് ദുരൂഹമായിരുന്നു. അങ്ങനെയിരിക്കെ 2007 മാർച്ച് 24-ന് രാവിലെ 9 മണിക്ക് അവർ കഫേയിൽ കണ്ടുമുട്ടി. 1 മണിക്കൂർ ക്ലാസ്സിന് ശേഷം ഫീസ് ചോദിച്ചപ്പോൾ പണം എടുക്കാൻ മറന്നുപോയെന്നും വീട് അടുത്ത് തന്നെയാണെന്നും കൂടെ വന്നാൽ തരാമെന്നും അവൻ പറഞ്ഞു. ലിൻസെ ആദ്യം മടിച്ചുവെങ്കിലും താഷിയ ഇച്ചിഹാഷിയുടെ നിഷ്കളങ്കമായ അഭ്യർത്ഥന കണ്ട് അവൾ സമ്മതിച്ചു. അതൊരു മരണക്കനിയാണെന്ന് അവൾ അറിഞ്ഞില്ല. അവർ ടാക്സിയിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ലിൻസെ ആ ടാക്സിക്കാരിൽ തന്നെ ഇരുന്നുവെങ്കിലും താഷിയ ഇച്ചിഹാഷി അവളെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാൻ നിർബന്ധിച്ചു. പണമെടുക്കാൻ 1 മിനിറ്റ് മതിയാകുമെന്ന് കരുതി ടാക്സിക്കാരനോട് കാത്തു നിൽക്കാൻ പറഞ്ഞ് അവൾ അവനോടൊപ്പം അകത്തേക്ക് പോയി. എന്നാൽ 7 മിനിറ്റ് കഴിഞ്ഞിട്ടും അവൾ തിരിച്ചു വരാത്തതിനെ തുടർന്ന് ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. നേരം ഇരുട്ടിയിട്ടും ലിൻസെ അവളുടെ ഫ്ലാറ്റിലേക്ക് തിരികെ വന്നില്ല. അവളോടൊപ്പം താമസിച്ചിരുന്ന 2 റൂംമേറ്റ്സും അവളെ കാണാത്തതിൽ അസ്വസ്ഥരായി. അവർ ലിൻസയെ പലവട്ടം ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പരിഭ്രാന്തരായ അവർ അന്ന് രാത്രി തന്നെ പോലീസിനെ അറിയിച്ചുവെങ്കിലും പോലീസ് ഈ വിഷയം അപ്പോൾ അത്ര കാര്യമായി എടുത്തില്ല. ലിൻസയുടെ പതിവ് കോളും മെസ്സേജും കാണാതായപ്പോൾ അവളുടെ പാരൻസും ബോയ് ഫ്രണ്ടും അവളെ കാൾ ചെയ്യുകയും അവളുടെ സോഷ്യൽ മീഡിയകളിലൂടെ ബന്ധപ്പെടാനും ശ്രമിച്ചു. എന്നാൽ അവളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞായറാഴ്ചയായിട്ടും അവളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനാലും അവളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനാലും അവൾക്ക് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നതിൽ എല്ലാവരും ഭയന്നു. ഇതിനിടയിൽ നോവ സ്കൂൾ അധികൃതർ
ലിഡ്സെ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അവരുടെ റൂംമേറ്റ്സ് വഴി അറിയുന്നു. തൊട്ടടുത്ത ദിവസം 26-ാം തീയതി തിങ്കളാഴ്ച അവർ സ്കൂളിൽ ജോലിക്കായി വരാത്തതോടെ മിസ്സിംഗ് കൺഫേം ആണെന്ന് ഉറപ്പിച്ച് ഉടനെ തന്നെ നോവ സ്കൂൾ അധികൃതർ ഇംഗ്ലണ്ടിലെ അവളുടെ പാരൻസിനെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ ജാപ്പനീസ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ലിൻസ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ചെന്ന് അവരോടൊപ്പം താമസിക്കുന്ന 2 റൂംമേറ്റ്സിനോടും അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കി. അവളോടൊപ്പം ഒരു ദിവസം ഒരു യുവാവ് ഫ്ലാറ്റിലേക്ക് വന്നതിനെക്കുറിച്ചും അദ്ദേഹം ലിൻസയോട് ഇംഗ്ലീഷ് ട്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതിനെക്കുറിച്ചും അവർ പോലീസിനോട് പറഞ്ഞു. പോലീസ് ലിൻസയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചു. അതുവഴി ഫേസ്ബുക്കിൽ അവൾ അവളുടെ ബോയ്ഫ്രണ്ടിന് അയച്ച മെസ്സേജുകളിലും ഒരു ജാപ്പനീസ് യുവാവ് അവളെ ഫോളോ ചെയ്യുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസിന് കാണാൻ കഴിഞ്ഞു. തുടർന്ന് പോലീസ് ആ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് 2 തെളിവുകൾ ലഭിച്ചു. അതിലൊന്ന് താഷിയോ ഇച്ചിഹാഷി വരച്ച ലിൻസയുടെ ചിത്രവും അതിൽ അവൻ രേഖപ്പെടുത്തിയിരുന്ന അവൻ്റെ പേരും ഫോൺ നമ്പരും. മറ്റൊന്ന് ലിൻസ ഒരു പേപ്പറിൽ എഴുതിയിരുന്ന താഷിയോ ഇച്ചിഹാഷിയുടെ പേരും അയാളുടെ ഫോൺ നമ്പരും ക്ലാസ് എടുക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്ന കോഫി ഷോപ്പിൻ്റെ പേരുമായിരുന്നു അത്. അങ്ങനെ പോലീസ് ആ കോഫി ഷോപ്പിലേക്ക് ചെല്ലുകയും ആ കോഫി ഷോപ്പിനുള്ളിലെയും പരിസരത്തെയുമുള്ള CCTV ഫൂട്ടേജുകൾ പരിശോധിക്കാൻ തുടങ്ങി. ലിൻസയും താഷിയോ ഇച്ചിഹാഷിയും കോഫി ഷോപ്പിനുള്ളിൽ ഇരിക്കുന്നതും അതിനുശേഷം അവർ ഒരു ടാക്സിയിൽ പോകുന്നതും വിവിധ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. തുടർന്ന് പോലീസ് ആ ടാക്സി ഡ്രൈവറെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തു. ആ ടാക്സി ഡ്രൈവർ അവരെ ചിബ എന്ന പ്രദേശത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തുവെന്നും അതിലെ യുവതി തന്നോട് 1 മിനിറ്റ് ടാക്സിയിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന യുവാവിനോടൊപ്പം ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി എന്നും എന്നാൽ 7 മിനിറ്റ് കഴിഞ്ഞിട്ടും തിരികെ വരാത്തതിനാൽ താൻ തൻ്റെ ടാക്സിയുമായി അവിടെ നിന്നും പോയി എന്നായിരുന്നു ആ ടാക്സി ഡ്രൈവറുടെ മൊഴി. അങ്ങനെ ആ ബ്രിട്ടീഷ് പെൺകുട്ടിയുടെ തിരോധാനത്തിനു പിന്നിൽ താഷിയോ ഇച്ചിഹാഷി തന്നെ ആയിരിക്കാം എന്ന ശക്തമായ സംശയങ്ങൾ പോലീസിനുണ്ടായി. അങ്ങനെ പോലീസ് ക്രിമിനൽ റെക്കോർഡുകളിൽ താഷിയോ ഇച്ചിഹാഷി മുമ്പ് എപ്പോഴെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രീറ്റിൽ വച്ച് അവൻ ഒരു യുവതിയെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കേസ് കോടതിയിൽ പോകാതിരിക്കാൻ അവൻ്റെ അച്ഛൻ 1 മില്യൺ ജാപ്പനീസ് യെൻ നൽകി ആ കേസ് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവനാണെന്ന് പോലീസിന് ബോധ്യമായി. എന്തായാലും താഷിയോ ഇച്ചിഹാഷിയെ ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ 2 പോലീസുകാർ താഷിയോ ഇച്ചിഹാഷിയെ തിരക്കി അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നു. ഇതുവരെയുള്ള ഈ ഒരു അന്വേഷണ പ്രക്രിയ വളരെ വേഗത്തിലായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തത്. അതായത് 24-ാം തീയതി ശനിയാഴ്ച ലിൻസയെ കാണാതാകുന്നു. 26-ാം തീയതി സ്കൂൾ അധികൃതർ ഔദ്യോഗികമായി ലിൻസ മിസ്സിംഗ് ആണെന്ന് പോലീസിൽ പരാതി നൽകുന്നു. പരാതി ലഭിച്ച് വെറും 3 മണിക്കൂറും 10 മിനിറ്റും തികയുന്നതിന് മുന്നേ തന്നെ പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന താഷിയോ ഇച്ചിഹാഷിയുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ഇനി മുതലാണ് ഈ കേസ് കുറച്ച് സങ്കീർണമാകുന്നത്. താഷിയോ ഇച്ചിഹാഷിയുടെ വീടിൻ്റെ വാതിലുകൾ അടങ്ങിക്കിടക്കുകയായിരുന്നു. ലൈറ്റുകൾ ഓഫായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ ആൾപെരുമാറ്റത്തിൻ്റെ ലക്ഷണമുണ്ട്. ചില ചലനങ്ങൾ, ചില ശബ്ദങ്ങൾ എന്നിവ ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും സസൂക്ഷ്മം നിരീക്ഷിച്ചു. ആ വീടിനുള്ളിൽ ആളുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ ജപ്പാനിലെ നിയമമനുസരിച്ച് കൃത്യമായ കാരണമോ വാറണ്ടോ ഇല്ലാതെ പോലീസിന് ഒരു വീട്ടിലേക്കും അതിക്രമിച്ച് കയറാൻ പാടില്ല. താഷിയോ ഇച്ചിഹാഷി ഇതുവരെ പ്രതിയാക്കപ്പെടാത്തതിനാലും സംശയത്തിൻ്റെ പുറത്ത് ചോദ്യം ചെയ്യേണ്ടതിനാലും ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും ആ വീട്ടിലുണ്ടായിരുന്ന ആൾ പുറത്തേക്ക് വരുന്നതും കാത്ത് ക്ഷമയോടെ അവിടെ കാത്തുനിന്നു. ഈ സമയത്ത് ഇച്ചിഹാഷിയുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ താമസക്കാർ അവിടെ പോലീസ് നിൽക്കുന്നത് കണ്ട് പോലീസിനോട് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോൾ പോലീസ് ഇച്ചിഹാഷിയെ തിരക്കി വന്നതാണെന്നും അവൻ എത്തരക്കാരനാണെന്നും ഈ അടുത്ത ദിവസങ്ങളിൽ അവനോടൊപ്പം ഏതെങ്കിലും പെൺകുട്ടി ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത് കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അയൽക്കാരനോട് ചോദിക്കുന്നു. അപ്പോൾ ആ അയൽവാസി പോലീസിനോട് പറഞ്ഞത് വളരെ നിർണായക പോയിന്റുകളായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി അവനോടൊപ്പം വരുന്നതൊന്നും കണ്ടില്ല. ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതമാണ് അവൻ്റേത്. അതിനാൽ തന്നെ അവൻ എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു എന്നൊക്കെ കാണുന്നത് കുറവാണ്. പക്ഷേ ശനിയാഴ്ച അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ കേട്ടു. എന്തൊക്കെയോ പൊട്ടുന്നത് പോലെയും ഞരങ്ങുന്നത് പോലെയുമൊക്കെ. പിറ്റേ ദിവസം ഞായറാഴ്ചയിലും ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു. എന്നാൽ ആൾ പുറത്തിറങ്ങുന്നതൊന്നും കണ്ടിരുന്നില്ല എന്നായിരുന്നു അയൽവാസിയുടെ മൊഴി. കോഫി ഷോപ്പിലെയും പരിസരത്തെയും CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും ടാക്സി ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും ലിഡ്സെ എന്ന ആ യുവതി
താഷിയ ഇച്ചിഹാഷിയോടൊപ്പം അവൻ്റെ ഈ ഫ്ലാറ്റിലേക്ക് വന്നിരുന്നു എന്നത് പോലീസിന് ഉറപ്പാണ്. അവൻ്റെ ഫ്ലാറ്റിലെ അയൽവാസി അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അതേ ശനിയാഴ്ച ദിവസം അസ്വാഭാവിക ശബ്ദം കേട്ടിരുന്നു എന്ന മൊഴി കൂടി കേട്ടതോടെ പോലീസ് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു. താഷിയ ഇച്ചിഹാഷിയുടെ ഫ്ലാറ്റിൽ എന്തോ നിഗൂഢതകളുണ്ട്. ഒരുപക്ഷേ ലിൻസെ എന്ന ആ ബ്രിട്ടീഷ് യുവതിയെ അവൻ്റെ ഫ്ലാറ്റിൽ ബന്ദിയാക്കി വച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന ആ ചിന്ത 2 പോലീസുകാർക്കുമുണ്ടായി. അത്തരത്തിലൊരു സാഹചര്യമാണെങ്കിൽ തങ്ങൾ 2 പോലീസുകാരെ കൊണ്ട് അവനെ നേരിടാൻ കഴിയില്ല. അതിനാൽ കുറച്ച് പോലീസുകാർ കൂടി വരണമെന്ന് അവർ പോലീസിന് ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ രാത്രി 8 മണി ആയതോടെ 7 പോലീസുകാർ കൂടി അവിടേക്ക് എത്തുന്നു. അങ്ങനെ മൊത്തം 9 പോലീസുകാർ താഷിയ ഇച്ചിഹാഷിയുടെ ഫ്ലാറ്റിന് പുറത്തായി ക്ഷമയോടെ കാത്തുനിന്നു. ആ സമയത്തും ആ ഫ്ലാറ്റിനുള്ളിൽ ലൈറ്റുകൾ തെളിയുന്നില്ല. പക്ഷേ ആ ഫ്ലാറ്റിനുള്ളിൽ ആൾപെരുമാറ്റമുള്ളതായി എല്ലാ പോലീസുകാർക്കും മനസ്സിലായി. പോലീസുകാർ ക്ഷമയോടെ കാത്തുനിന്നു. ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ട് രാത്രി 10 മണിയാകുന്ന സമയത്ത് താഷിയ ഇച്ചിഹാഷി തൻ്റെ ഫ്ലാറ്റിലെ ഡോർ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ തുറന്നു. അവൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആരും കേൾക്കാതിരിക്കാനായിരിക്കാം ചെരുപ്പൊന്നും ഇടാതെയായിരുന്നു അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. തോളിൽ ചെറിയൊരു ബാഗുമുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ധരിക്കാനുള്ള ചെരുപ്പായിരിക്കാം ഒരുപക്ഷെ ആ ബാഗിലുണ്ടായിരുന്നത്. എന്നാൽ പോലീസിനെ കണ്ടതും അവൻ ആ ഫ്ലാറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസുകാർ അവനെ വളഞ്ഞിട്ട് പിടിച്ചു. എന്നാൽ അവൻ ശക്തിയോടെ കുതറി ഓടി. പോലീസ് പിന്തുടർന്ന് അവനെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിനെ തള്ളിമാറ്റി പടിക്കെട്ടുകൾ ചാടിയിറങ്ങി ആ ഫ്ലാറ്റ് സമുച്ചയത്തിന് പുറത്തെത്തിയ അവൻ ആ തെരുവിലൂടെ ഇരുട്ടിലേക്ക് എങ്ങോട്ടോ ഓടി മറഞ്ഞു. ഇതോടെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. പോലീസിനെ കണ്ട ഉടനെ തന്നെ അവൻ ഓടി രക്ഷപ്പെടണമെങ്കിൽ അവൻ ഒരു കുറ്റകൃത്യം ഉറപ്പായും ചെയ്തിട്ടുണ്ടാകാം. ആയതിനാൽ ഉടനെ തന്നെ ആ പോലീസ് സംഘം അവൻ്റെ ഫ്ലാറ്റ് പരിശോധിക്കാൻ തുടങ്ങി. ഫ്ലാറ്റിലെ സാധനങ്ങൾ അവിടെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നു. ഒരു അടിപിടി നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ആ ഫ്ലാറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ പോലീസ് ആ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് എത്തുന്നു. അവിടെ കണ്ട ബാത്ത് ടബ് പോലീസിനെ ആശ്ചര്യപ്പെടുത്തി. കാരണം ബാത്റൂമിൽ ഇരിക്കേണ്ട ബാത്ത് ടബ് ആരും ബാൽക്കണിയിൽ കൊണ്ട് വയ്ക്കാറില്ല. മാത്രമല്ല ആ ബാത്ത് ടബിൽ മണ്ണും കമ്പോസ്റ്റും മിക്സ് ചെയ്ത് നിറച്ചിരിക്കുകയാണ്. പോലീസ് ആ ബാത്ത് ടബിന് അരികിലേക്ക് എത്തിയപ്പോൾ തന്നെ പോലീസ് അതിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. ആ ബാത്ത് ടബിൽ നിറച്ചിരിക്കുന്ന കമ്പോസ്റ്റ് മണ്ണിൽ ഒരു യുവതിയുടെ കൈ ഭാഗികമായി കാണാൻ കഴിയുന്നു. പോലീസിന് കാര്യം മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. പോലീസ് ഉടനെ തന്നെ അതിലെ കമ്പോസ്റ്റ് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ഭയാനകരമായ ആ കാഴ്ച കാണുകയാണ്. ലിൻസെ എന്ന ആ ബ്രിട്ടീഷ് യുവതിയുടെ നഗ്നമായ മൃതദേഹമായിരുന്നു ആ ബാത്ത് ടബിൽ കമ്പോസ്റ്റ് മണ്ണ് കൊണ്ട് മൂടിയിട്ടിരുന്ന നിലയിൽ കണ്ടെത്തിയത്. അവളുടെ തലമുടി പൂർണ്ണമായും ഷേവ് ചെയ്ത് മാറ്റപ്പെട്ടിരുന്നു. അവളുടെ ശരീരത്തിൽ നിരവധി ചതവുകളും മുറിപ്പാടുകളുമുണ്ട്. വളരെ ക്രൂരമായിട്ടാണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് വ്യക്തമാണ്. ജപ്പാൻ വളരെ സുരക്ഷിതമായ സ്ഥലമാണെന്ന് കരുതിയ ലിൻസെ എന്ന ആ ബ്രിട്ടീഷ് യുവതി വളരെ പ്രതീക്ഷകളോടെയാണ് ജപ്പാനിലേക്ക് വന്നത്. എന്നാൽ ഇവിടെ വന്ന് വെറും 6 മാസത്തിനുള്ളിൽ ക്രൂരമായ കൊലപാതകത്തിന് ഇരയായിരിക്കുകയാണ് അവൾ. അവളുടെ കൊലപാതകത്തിന് പിന്നിൽ താഷിയ ഇച്ചിഹാഷി തന്നെയാണെന്ന് പോലീസിന് ബോധ്യമായി. പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ലിൻസെയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ കഴുത്ത് ഒടിഞ്ഞിരിക്കുന്നു. അവളെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും ചെളിയും അടങ്ങിയ ആ കമ്പോസ്റ്റ് മിശ്രിതത്തിൽ ശരീരം വേഗം അഴുകിത്തീരാൻ വേണ്ടിയുള്ള ഡീകമ്പോസ്റ്റ് രാസവസ്തുക്കളും കണ്ടെത്തി. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പോലീസിന് താഷിയ ഇച്ചിഹാഷിയുടെ ഫ്ലാറ്റിൽ നിന്ന് ലഭിച്ച തെളിവുകളും. ഹോർട്ടിക്കൾച്ചറിൽ ബിരുദം നേടിയിരുന്ന താഷിയ ഇച്ചിഹാഷി 6 തവണ മണ്ണും ഡീകമ്പോസ്റ്റ് കെമിക്കൽസും വാങ്ങിയതിൻ്റെ ബില്ലും ഒഴിഞ്ഞ പാക്കറ്റുകളും പോലീസിന് അവൻ്റെ ഫ്ലാറ്റിൽ നിന്നും ലഭിച്ചിരുന്നു. ലിൻസെയുടെ മൃതദേഹം ബാത്ത് ടബിൽ കിടത്തി അതിൽ കമ്പോസ്റ്റ് മിക്സ് നിറച്ച് അതിൽ ചെടികളും സസ്യങ്ങളും നട്ടി വളർത്തി ലിൻസെയുടെ മൃതദേഹം പൂർണ്ണമായും മണ്ണിൽ അലിയിച്ച് കളയുക എന്നതായിരുന്നു താഷിയ ഇച്ചിഹാഷിയുടെ പദ്ധതി. അതിനായി 7ാമത്തെ തവണയും അത്തരത്തിലുള്ള ഡീകമ്പോസ്റ്റിംഗ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി തൻ്റെ ഫ്ലാറ്റിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്താകാം അന്ന് പോലീസിൻ്റെ മുന്നിൽ പെട്ടതും പോലീസിൻ്റെ പിടിയിൽ നിന്ന് തലനാരിലേക്ക് അവൻ അന്ന് ഓടി രക്ഷപ്പെട്ടതും. എന്തായാലും താഷിയ ഇച്ചിഹാഷിയെ പിടികൂടാൻ പോലീസ് അവനു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി. പൊതുസ്ഥലങ്ങളിൽ അവൻ്റെ പോസ്റ്ററുകളും കട്ടൗട്ടുകളും നിർത്തി. അവൻ്റെ പേര് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് അവനെ തിരഞ്ഞു നടന്നു.
അങ്ങനെയിരിക്കെ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുകയാണ്. ടോക്കിയോയിലെ ലവ് ഹോട്ടലിൽ താഷിയ ഇച്ചിഹാഷിയെ കണ്ടു എന്നായിരുന്നു ആ ഇൻഫർമേഷൻ. 20 പോലീസുകാരടങ്ങുന്ന ഒരു ടീം അവിടേക്ക് എത്തുമ്പോഴേക്കും അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ രാജ്യമെമ്പാകെ വ്യാപിച്ചു. ലിഡ്സെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള യുവതി ആയിരുന്നതിനാൽ അവളുടെ കൊലപാതകത്തെക്കുറിച്ചും പ്രതി താഷിയ ഇച്ചിഹാഷിയെ ജാപ്പനീസ് പോലീസിന് ഇതുവരെയും പിടികൂടാൻ കഴിയാത്തതുമൊക്കെ ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഈ വിഷയം വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ലിഡ്സയുടെ മാതാപിതാക്കൾ അവളുടെ ദാരുണമായ കൊലപാതകത്തിൽ തകർന്നു പോയിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവർ ലിഡ്സയുടെ കാമുകനൊപ്പം ജപ്പാനിലേക്ക് എത്തുകയും പ്രതിയെ പിടികൂടാൻ പോലീസിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അവർ ഡോണ്ട് ഫോർഗറ്റ് ലിൻസെ ഹാർഡ്വാക്കർ എന്ന പേരിൽ അവർ ഒരു ഇമെയിൽ ക്യാമ്പയിനും ആരംഭിച്ചു. നാനാഭാഗത്തു നിന്നും സമ്മർദ്ദം വർദ്ധിച്ചതോടെ താഷിയ ഇച്ചിഹാഷിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് 10 ലക്ഷം yen പാരിതോഷികം പ്രഖ്യാപിച്ചു. എന്നാൽ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും ഒരു സൂചനയും ലഭിച്ചില്ല. 1 വർഷം പിന്നിട്ടിട്ടും ഇച്ചിഹാഷി എവിടെയാണെന്ന് പോലീസിൻ്റെ കൈവശം യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഇതോടെ ജനങ്ങളും മാധ്യമങ്ങളും പോലീസിനെതിരെ തിരിഞ്ഞു. ജപ്പാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ലിഡ്സെ ഹാർഡ്വാക്കറിന് നീതി ആവശ്യപ്പെട്ട് വിവിധ ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്തു. പോലീസ് കേസ് ഗൗരവമായി എടുക്കുന്നില്ലെന്നും കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നു. അങ്ങനെയിരിക്കെ ലിഡ്സയുടെ മാതാപിതാക്കൾ ബ്രിട്ടീഷ് ഉന്നത നേതാക്കളെയും കണ്ട് നീതിക്കായി അപേക്ഷിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ജപ്പാൻ ഗവൺമെൻറ്റിനോട് പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിനായി ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു പോലീസ് സംഘത്തെയും ജപ്പാനിലേക്ക് അയച്ചു. ഒടുവിൽ 2008 ഒക്ടോബറിൽ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ജപ്പാൻ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. 140 ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ താഷിയ ഇച്ചിഹാഷിയെ പിടികൂടാൻ മാത്രമായി നിയോഗിക്കപ്പെട്ടു. ഇതിനു പിന്നാലെ പലയിടങ്ങളിലും അവരെ കണ്ടതായി ഇൻഫർമേഷൻ വന്നുവെങ്കിലും പോലീസ് എത്തുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. നിരാശരായ പോലീസ് ഒരു പത്രസമ്മേളനത്തിൽ താഷിയ ഇച്ചിഹാഷി ആത്മഹത്യ ചെയ്തെന്ന് പോലും പറഞ്ഞു. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും കൈവശമുണ്ടായിരുന്നില്ല. ഇത് ലിഡ്സയുടെ മാതാപിതാക്കളെയും മാധ്യമങ്ങളെയും കൂടുതൽ പ്രകോപിപ്പിച്ചു. താഷിയ ഇച്ചിഹാഷിയെ പിടികൂടുന്നതിൽ പോലീസിൻ്റെ പരാജയം മറച്ചുവെക്കാനാണ് പോലീസ് താഷിയയുടെ ആത്മഹത്യ കെട്ടിച്ചമയ്ക്കുന്നതെന്ന് അവർ ആരോപിച്ചു. അങ്ങനെ 2009 മാർച്ച് മാസമായി. അതായത് ലിഡ്സെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് 2 വർഷം തികഞ്ഞു. ജപ്പാൻ പോലീസ് തങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നത് ഉറപ്പാണ്. കാരണം അവൻ്റെ പാസ്പോർട്ട് അവൻ്റെ ഫ്ലാറ്റിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. താഷിയ ഇച്ചിഹാഷിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ തന്ന് അവനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികമായി പ്രഖ്യാപിച്ച 10 ലക്ഷം യെന്നിൽ നിന്ന് 1 കോടി യെന്നായി പാരിതോഷികം ഉയർത്തുകയും അവൻ്റെ ഫോട്ടോ പതിപ്പിച്ച ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ രാജ്യത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പതിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ ഫോട്ടോയിൽ കാണുന്ന ആളുകളുടെ രൂപസാദൃശ്യമുണ്ടായിരുന്നു എന്ന സംശയത്തിൽ ഇൻഫോം ചെയ്യുന്ന 2500-ലധികം ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. എന്നിട്ടും താഷിയ ഇച്ചിഹാഷിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ 2009 ജൂണിൽ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തനിക്ക് വ്യക്തമായി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ടോക്കിയോയിലെ ഒരു പ്ലാസ്റ്റിക് സർജൻ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി പോലീസിനെ സമീപിച്ചു. ഈ വ്യക്തി സ്വയം കീഴ്ചുണ്ട് മുറിച്ചും കവിളുകളിൽ സ്വയം മുറിവുകൾ ഉണ്ടാക്കിയിരുന്ന നിലയിൽ തൻ്റെ അടുക്കെ വന്ന മുഖം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ആ ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. മൂക്ക്, കൺപോളകൾ, ചുണ്ട്, കവിൾ എന്നിവയൊക്കെ മാറ്റങ്ങൾ വരുത്തി ഒരു ചൈനീസ് മുഖഭാവം വരുത്തിയതായി ഡോക്ടർ പറയുകയും പുതിയ മുഖം എങ്ങനെയാണെന്നുള്ള ഫോട്ടോ പോലീസിന് നൽകുകയും ചെയ്തു. ഇത്രയും കാലം അവൻ പോലീസിനെ വെട്ടിച്ച് നടന്നത് തൻ്റെ രൂപം മാറ്റിയത് കൊണ്ടാണെന്ന് ഇതോടെ പോലീസിന് വ്യക്തമായി. പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്ന നിർണായക വിവരം ലഭിച്ചതോടെ ജപ്പാൻ പോലീസ് അന്വേഷണത്തിൻ്റെ ഗതി മാറ്റി. സർജറിക്ക് ശേഷമുള്ള ഇച്ചിഹാഷിയുടെ പുതിയ രൂപം കാണിച്ച് പോലീസ് പുതിയ പോസ്റ്ററുകൾ പുറത്തിറക്കി. ഇത് കേസിൽ വലിയ വഴിത്തിരിവായി. 2009 നവംബർ 10 ഒസാക്കയിലെ ഫെറി ടെർമിനലിൽ ഫെറി ബോട്ട് കാത്തിരിക്കുകയായിരുന്ന ഇച്ചിഹാഷി സൺഗ്ലാസും മാസ്കും ഹൂഡീസും ധരിച്ച് മുഖം മറച്ചിരുന്നുവെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരന് സംശയം തോന്നി. പുതുതായി പോലീസ് പുറത്തുവിട്ട പോസ്റ്ററിലെ രൂപഭാവങ്ങൾ ഇച്ചിഹാഷിയുടേതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തുമ്പോൾ ഇച്ചിഹാഷി അവിടെ ഒരു ബെഞ്ചിൽ ബോട്ട് വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു. ഇത്തവണ ഒരുപാട് പോലീസുകാർ ഉണ്ടായിരുന്നു.
അവർ ആ ഫെറി ടെർമിനൽ ഒന്നാകെ വളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത്തവണ തനിക്ക് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവന് നല്ല ബോധ്യമുണ്ടായി. നീ തായിഷ ഇച്ചിഹാഷിയല്ലേ എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് അതെ എന്നായിരുന്നു അവൻ്റെ മറുപടി. അങ്ങനെ 2 വർഷവും 7 മാസവും നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ലിൻഡ്സെ ഹാവാക്കർ എന്ന ബ്രിട്ടീഷ് യുവതിയെ കൊലപ്പെടുത്തിയ തായിഷ ഇച്ചിഹാഷി പോലീസിൻ്റെ പിടിയിലായി. അറസ്റ്റിന് ശേഷം താസിയ ഇച്ചിഹാഷിയെ 23 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തുടക്കത്തിൽ അവൻ മൗനം പാലിക്കുകയും കുറ്റം സമ്മതിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കർശനമാക്കിയപ്പോൾ 2007 മാർച്ച് 24 ആ കറുത്ത ദിനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം അവൻ പോലീസിനോട് തുറന്നു പറഞ്ഞു. പണം വാങ്ങാനായി ലിൻഡ്സെ തൻ്റെ വീട്ടിലേക്ക് തന്നോടൊപ്പം വന്ന ഉടനെ തന്നെ താൻ അവളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചെന്ന് അവൻ വെളിപ്പെടുത്തി. എന്നാൽ ലിൻഡ്സെ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് അതിനെ എതിർത്തു. അവളും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയിരുന്നതിനാൽ തന്നെ ഇച്ചിഹാഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇച്ചിഹാഷിയും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുള്ള ആളായിരുന്നു. അതുകൊണ്ട് അവൻ ലിൻഡ്സെയുടെ മുഖത്തും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഒന്നിനു പുറമെ ഒന്നായി പല തവണ ആക്രമിച്ചു. ഇതിനിടയിൽ അവൻ ലിൻഡ്സെയുടെ കഴുത്തിൽ ശക്തമായി പ്രഹരിക്കുകയും ആ അടിയിൽ അവളുടെ കഴുത്തിലെ എല്ല് ഒടിയുകയും ചെയ്തു. തുടർന്ന് അവൻ ലിൻഡ്സെയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റിട്ടും ലിൻഡ്സെ ഉറക്കെ നിലവിളിക്കുകയും സഹായത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഒച്ചവെക്കുന്നത് തടയാനായി ഇച്ചിഹാഷി അവളുടെ വായ അമർത്തിപ്പിടിക്കുകയും ബലപ്രയോഗം തുടരുകയും ചെയ്തു. അവൻ്റെ പിടി അത്ര ശക്തമായിരുന്നതിനാൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ശ്വാസം മുട്ടി ലിൻഡ്സെ മരിച്ചു. അവൾ മരണപ്പെട്ടു എന്ന് ബോധ്യമായതോടെ അവളുടെ മൃതദേഹം മറവ് ചെയ്യാൻ അവൻ ആദ്യം ബാത്റൂമിലെ ബാത്ടബ് ഇളക്കി മാറ്റി ബാൽക്കണിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നു. അവളുടെ മൃതദേഹം അതിലിട്ട ശേഷം ശരീരം വേഗത്തിൽ അഴുകി മാറാൻ വേണ്ടി മണ്ണും കമ്പോസ്റ്റ് മിക്സും ഉപയോഗിച്ച് രാസവസ്തുക്കളും കൊണ്ട് ബാത്ടബ് നിറച്ചു. മുടി അഴുകാൻ ഒത്തിരി സമയമെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ ലിൻഡ്സെയുടെ തലമുടി മുഴുവനായി ഷേവ് ചെയ്ത് കളഞ്ഞു. മൃതദേഹം ബാത്ടബിൽ ഒളിപ്പിച്ച ശേഷം അവൻ അവളുടെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പോലീസിൽ നിന്ന് രക്ഷ നേടാൻ താൻ ആൾതാമസമില്ലാത്ത ഓഷിമ ദ്വീപിലെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ബങ്കറുകളിൽ താമസിച്ച് കത്രിക കൊണ്ട് കീഴ്ചുണ്ട് മുറിച്ചും മുഖത്ത് മുറിപ്പാടുകൾ ഉണ്ടാക്കിയും മുഖം വികൃതമാക്കി. മീനുകളെ പിടിച്ചും പാമ്പുകളെ തല്ലിക്കൊന്നും പച്ചയ്ക്ക് ഭക്ഷിച്ച് വിശപ്പടക്കി. വടക്കുള്ള അമോറയ്ക്കും തെക്കുള്ള ഒക്കിനാവയ്ക്കും ഇടയിൽ സഞ്ചരിച്ച് വിവിധ നിർമ്മാണ സ്ഥലങ്ങളിൽ 13 മാസം അദ്ദേഹം വ്യാജ പേരിൽ ജോലി ചെയ്ത് ശസ്ത്രക്രിയയ്ക്കും യാത്രയ്ക്കും വേണ്ടിയുള്ള ഏകദേശം 1,00,000 yen സമ്പാദിച്ചു. ആൾക്കാരുടെ സമ്പർക്കത്തിൽ നിന്നും ആൾക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതും ഒഴിവാക്കി. സുരക്ഷാ ക്യാമറകളുള്ള പ്രദേശത്ത് നിന്നും അകന്നു നിന്നു. താൻ ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധം പൂർണ്ണമായും ഒഴിവാക്കി. മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത ശേഷം താൻ പിടിക്കപ്പെടില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായി. എന്നിരുന്നാലും മുഖം മറച്ചുള്ള ഹോർഡിങ്സും മാസ്കും ധരിച്ചായിരുന്നു യാത്രകൾ ചെയ്തിരുന്നത്. അങ്ങനെ 2009 നവംബർ 10 ഒക്കിനാവയിലെ ഒരു ഫെറി ടെർമിനലിൽ വച്ച് പോലീസിൻ്റെ പിടിയിലാകുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും താഷിയ ഇച്ചിഹാഷി പോലീസിനോട് തുറന്നു പറഞ്ഞു. ഇതേ തുടർന്ന് ലിൻഡ്സെ ഹാവാക്കർ എന്ന ബ്രിട്ടീഷ് യുവതിയെ തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ താഷിയ ഇച്ചിഹാഷിക്കെതിരെ ചുമത്തി ചീബ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസ് തുടർന്നു. കേസിൻ്റെ വിചാരണ ഏറെക്കാലം നീണ്ടുനിന്നു. ലിൻഡ്സെയുടെ അഭിഭാഷകൻ അവന് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വിചാരണ നീണ്ടുപോയി. വിചാരണ തടവുകാരനായി ജയിലിൽ കിടക്കെ ഇതിനിടയിൽ ജയിലിൽ വച്ച് താഷിയ ഇച്ചിഹാഷി ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം ചെയ്തു. അണ്ടിൽ ഐ വാസ് അറസ്റ്റഡ് എന്ന പേരിൽ അവൻ ഒരു പുസ്തകം എഴുതി. കൊലപാതകത്തിന് ശേഷം 2.5 വർഷത്തോളം താൻ എങ്ങനെയാണ് ഒളിച്ചു നടന്നതെന്ന് അതിൽ വിശദമായി വിശദീകരിച്ചിരുന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് മുമ്പ് മുഖഛായ മാറ്റാൻ സ്വന്തം മുഖത്തും ചുണ്ടിലും കത്തികൊണ്ട് മുറിവേൽപ്പിച്ചിരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും അതിലുണ്ടായിരുന്നു. 2011 ജനുവരിയിൽ ഈ പുസ്തകം പുറത്തിറങ്ങി. ഒരു കൊലയാളിയുടെ കഥയും മാനസികാവസ്ഥയും അറിയാനുള്ള ജനങ്ങളുടെ ആകാംക്ഷ കാരണം പെട്ടെന്ന് തന്നെ ആ പുസ്തകം ജപ്പാനിലെ ബെസ്റ്റ് സെല്ലറായി മാറി. ജയിലിലായിരുന്നിട്ടും ഈ പുസ്തകത്തിലൂടെ താഷിയ ഇച്ചിഹാഷി കോടിക്കണക്കിന് yen സമ്പാദിച്ചു. പുസ്തകത്തിൽ നിന്നുള്ള വരുമാനം മുഴുവൻ ലിൻഡ്സെയുടെ മാതാപിതാക്കൾക്ക് നൽകാൻ അവൻ തയ്യാറായിരുന്നുവെങ്കിലും അവർ അത് നിരസിച്ചു. 2011 ജൂലൈ 21 ചീബ ഡിസ്ട്രിക്ട് കോടതി വിധി പ്രഖ്യാപിച്ചു. ഇച്ചിഹാഷിക്ക് വധശിക്ഷ നൽകണമെന്ന് ലിൻഡ്സെയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടുവെങ്കിലും അവന് വെറും 32 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നും മാനസാന്തരപ്പെടാൻ അവനൊരു അവസരം നൽകണമെന്നും പറഞ്ഞ്
കോടതി അത് നിരസിച്ചു. കോടതിയുടെ ഈ പരാമർശം ജപ്പാനിലും ബ്രിട്ടനിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. 22-ാമത്തെ വയസ്സിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ലിൻഡ്സെ ഹാർഡ്വാക്കറിന് ജീവിക്കാൻ അവകാശമില്ലായിരുന്നോ എന്ന ചോദ്യമുയർന്നു. എങ്കിലും കോടതി തായ്ഷ ഇച്ചിഹാഷിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. 2013-ൽ ഈ കേസിനെ ആസ്പദമാക്കി ഐ ആം ഇച്ചിഹാഷി ജേർണൽ ഓഫ് മർഡറർ എന്നൊരു സിനിമയും ജപ്പാനിൽ പുറത്തിറങ്ങി. ഇന്നും താഷിയ ഇച്ചിഹാഷി ജയിലിലാണ്. എന്നാൽ ലിൻഡ്സെയുടെ ജീവിതത്തെ കഥയാക്കി വിറ്റ് പണവും പ്രശസ്തിയും നേടാൻ അവന് സാധിച്ചു. അവൻ ക്രൂരനായ ഒരു കൊലയാളിയാണെന്ന് അറിഞ്ഞിട്ടും ജപ്പാനിലെ ജനങ്ങൾ അവൻ്റെ കഥ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു, സിനിമ ഇറങ്ങി, ജനങ്ങൾ അവനെ ഒരു വിചിത്രമായ സെലിബ്രിറ്റിയാക്കി മാറ്റി. മറുവശത്ത് ലിൻഡ്സെയുടെ കുടുംബം ഇന്നും അവൾക്ക് കൃത്യമായ നീതി കിട്ടിയില്ല എന്ന് കരുതുന്നു. ഒരുപക്ഷെ അവൾക്കിനി ഒരിക്കലും കൃത്യമായ നീതി ലഭിച്ചേക്കില്ല. ലിൻഡ്സെ ഹോക്കറുടെ കഥ വെറുമൊരു കുറ്റകൃത്യത്തിൻ്റെ വിവരണം മാത്രമല്ല, നീതിയുടെയും സത്യത്തിൻ്റെയും വഴികൾ പലപ്പോഴും അപൂർണമായി പോകാറുണ്ടെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലിൻഡ്സെ ഇന്ന് ഈ ലോകത്തില്ല. എങ്കിലും അവളുടെ സ്വപ്നങ്ങളും പുഞ്ചിരിയും അവളുടെ കുടുംബത്തിൻ്റെ വേദനയും ഇപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ശിക്ഷ ലഭിച്ചത് ആർക്കാണ്? കൊലയാളിക്കോ അതോ സ്വന്തം മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ട ആ നിരപരാധിയായ പെൺകുട്ടിയുടെ കുടുംബത്തിനോ? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്ത് നടക്കുന്ന ഇത്തരം യഥാർത്ഥ സംഭവങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ആകാംക്ഷ നിറഞ്ഞതും അറിവ് നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.